അതിലിപ്പോൾ ഏറ്റവും അവസാനമായി പറഞ്ഞ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ എവിടെയും സ്ഥിരപ്പെട്ടു വരാത്ത കാര്യമാണ്. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൂട്ടുപ്രാർത്ഥനകൾ നടത്താറുള്ളത്. ഷാഫി മദ്ഹബിലും ഇത്തരത്തിലൊരു കൂട്ടുപ്രാർത്ഥന അവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ എവിടെയും ഇല്ല. പിന്നീട് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എങ്കിൽ ആ പ്രാർത്ഥന പഠിക്കുന്നൊരു സമയം വരേക്കും വേണമെങ്കിൽ ഇമാമിന് ഒരല്പം ഉറക്കത്തിൽ പ്രാർത്ഥിച്ചു കൊടുക്കാം എന്ന ഒരു ഷാഫി മദ്ഹബിലെ ഒരു ചെറിയൊരു കൗല്. അതിന് പ്രമാണങ്ങളിൽ സ്ഥിരത ഇല്ല. അങ്ങനത്തെ ഒരു കൗലിനെ പിടിച്ചുകൊണ്ടാണ് ഈ കൂട്ടുപ്രാർത്ഥന സംവിധാനങ്ങൾ അവർ നടത്താറുള്ളത്. അത് ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ തുടരാനോ അതിൻ്റെ കൂടെ നിൽക്കാനോ പറ്റുകയില്ല. ഇനി ഫജ്റിൽ ഉള്ള ഖുനൂത്ത്, ഫജ്റിൽ മാത്രമായിക്കൊണ്ട് ഒരു ഖുനൂത്ത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ സ്ഥിരപ്പെട്ടു വന്നതല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം വരേക്കും ഫജ്റിൽ ഖുനൂത്ത് ഓതിയിരുന്നു എന്നൊരു ലഈഫായ ഹദീസ്. ഈ ലഈഫായ ഹദീസിനെ ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ മജ്മു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സഹീഹാണ് എന്നുള്ള നിലക്കാണ് അദ്ദേഹം അതിൻ്റെ പഠനങ്ങൾ നടത്തിയതും അതുമായി ബന്ധപ്പെട്ടുള്ള ഹുക്മ് മതവിധി പറഞ്ഞിട്ടുള്ളതും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി മദ്ഹബി എന്ന് പറഞ്ഞ് മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്ന ആളുകൾ ഈ സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് നിർവഹിക്കാറുള്ളത്. എന്നാൽ ആ ഹദീസിൻ്റെ സനദുകളിലേക്കുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ സനദുകൾ ലഈഫാണ്, ഒരിക്കലും തന്നെ തെളിവ് പിടിക്കുവാൻ പറ്റിയതല്ല എന്നതാണ് അതിൻ്റെ യഥാർത്ഥാവസ്ഥ. ആധുനിക ലോകത്തെ ഹദീസ് പണ്ഡിതന കൂടിയായിട്ടുള്ള മഹാനായ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ ഹദീസ് ലഈഫയിൽ ഈ ഹദീസിൻ്റെ എല്ലാ ന്യൂനതകളും പ്രത്യേകമായി കൊണ്ടെടുത്ത് പറയുകയും ഇമാം നവവി റഹിമഹുല്ല സഹീഹാണെന്ന് പറഞ്ഞതിലെ അബദ്ധങ്ങളും മറ്റുമൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെ ഈ ഹദീസ് ലഈഫാണ് എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല താബീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ പലരും അത് ബിദ്അത്താണ് എന്ന് പോലും ഇതിനെക്കുറിച്ച് യാ ബുനയ്യ ഹാദിഹി ബിദ്അ, പൊന്നുമോനെ ഇത് ബിദ്അത്താണ്, നബിയുടെ കാലത്ത് ഇങ്ങനെ സംഭവം കണ്ടിട്ടില്ല എന്നൊക്കെ താബീ പണ്ഡിതന്മാരിൽ ചിലർ അത് പ്രത്യേകം എടുത്തു പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുബ്ഹി നിസ്കരിക്കുമ്പോഴും നമ്മളതിന് ഇമാമായി നിൽക്കുന്ന സമയത്ത് നമുക്കത് കുനൂത്ത് ഓതിക്കൊണ്ട് നിസ്കാരം നിർവഹിക്കുക എന്നത് സാധ്യമല്ല. എന്നാൽ കുനൂത്ത് എന്ന് പറയുന്ന സംവിധാനം അത് നിസ്കാരത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമുൽ ലൈലിൽ ഖുനൂത്ത് ഓതിയിരുന്നു. അതുപോലെ തന്നെ ഈ മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നാസിലത്തിൻ്റെ ഖുനൂത്തുകൾ ഓതിയിരുന്നു. എന്നതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ ഖുനൂത്ത് അനുവദനീയമാണ് എന്നത് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു യാത്രയിലോ മറ്റോ, നമ്മളിപ്പോൾ നേരത്തെ അദ്ദേഹം യാത്രയുടെ ഭാഗമായി നാട്ടിലെത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മളൊരു പള്ളിയിൽ ചെന്ന സമയത്ത് ആ പള്ളിയിൽ അവിടുത്തെ ഇമാമ് ഖുനൂത്ത് ഓതിക്കൊണ്ട് നിസ്കരിക്കുന്നയാളാണ് എങ്കിൽ, അപ്പോൾ ജുഇലൽ ഇമാമു യുതമ്മ ബിഹി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറയാറുണ്ട് ആ ഇമാമിൻ്റെ കൂടെ കൈകൾ ഉയർത്തി ആ ഇമാമിൻ്റെ കൂടെ ഖുനൂത്ത് ഓതുന്നതിന് വിലക്കില്ല. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഇപ്പോൾ ഇത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവരുടെ കൂടി ഓതുകയാണ് എങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ കൂടുതൽ പ്രയാസങ്ങളും മറ്റും ഉണ്ടാക്കുവാൻ കാരണമാകുമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഇമാമിനെ എന്താക്കേണ്ടതില്ല, പിന്തുടരേണ്ടതില്ല. അദ്ദേഹത്തിന് ഖുനൂത്തിൻ്റെ സമയത്ത് കൈകൾ തൂക്കിയിട്ട് നിസ്കരിക്കാവുന്നതാണ്. മാത്രമല്ല ഒരു പള്ളി എന്നുള്ള നിലയ്ക്ക് ആ പള്ളിയിൽ നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതും അതല്ലെങ്കിൽ നമ്മൾ കൈകൾ താഴ്ത്തി നിൽക്കുന്നതും ആ പള്ളിയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അവിടെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്, അവിടെ അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ഏതാണ് വഴി നടത്തുക എന്നുള്ള നമ്മൾ എന്താക്കണം, ആദ്യം പള്ളിയുടെ സാഹചര്യം വെച്ച് നോക്കണം. പള്ളികളും ജമാഅത്തും എന്നൊക്കെ പറയുന്നത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുവാനും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുവാനും വേണ്ടി സംവിധാനിച്ചതാണ്. അപ്പോൾ ഒരാൾ ഒരു പള്ളിയിൽ ഖുനൂത്ത് ഓതുന്ന സമയത്ത് അഥവാ ഫജ്റിൽ ഖുനൂത്ത് ഓതുന്ന സമയത്ത് കൈകൾ താത്തിയിട്ട് കൊണ്ട് നിസ്കരിക്കുന്നത് ആ പള്ളിയിൽ കൂടുതൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവിടെ അതിൻ്റെ പേരിൽ പിന്നീട് അദ്ദേഹത്തിന് പള്ളിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ വരുന്ന ഘട്ടമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താക്കാം, അത് ആ ഇമാമിനെ പിന്തുടരുന്നു എന്നുള്ള നിലക്ക് ഖുനൂത്ത് അവിടെ നിർവഹിക്കുന്നതിന് വിരോധമില്ല. അതല്ല, അവിടെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, കൈ താഴ്ത്തി നിൽക്കുന്ന ആളുകളുമുണ്ട് എങ്കിൽ അത്തരം ഘട്ടത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവിടുത്തെ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഏതും അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ് എന്നതാണ് വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സുബ്ഹിൽ ഖുനൂത്ത് എന്നുള്ളത് ഹദീസുകളിൽ ആ നിലക്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത്, നമ്മൾ ഇമാമായിക്കൊണ്ട് നിസ്കരിക്കുന്ന സമയത്തും നമ്മളൊരു പള്ളിയിൽ ഉണ്ടാക്കുന്ന സമയത്തും അത്തരം പള്ളികളിൽ ഈ ഖുനൂത്ത് എന്ന് പറയുന്ന ചർച്ചയ്ക്ക് തന്നെ യാതൊരു പ്രസക്തിയുമില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഷാഫിഈ മദ്ഹബിനെ ഫോളോ ചെയ്തുകൊണ്ട് നിർവഹിക്കുന്ന നിസ്കാരങ്ങൾ മറ്റും നിർവഹിക്കുന്ന പള്ളികളിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളും മറ്റും പരിഗണിച്ചുകൊണ്ട് വേണം ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ എന്നുള്ളത് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.